ഞാൻ നായകൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച സാഹിബ എന്ന് പറഞ്ഞ കഥാപാത്രം. എൻ്റെ പേര് അമ്പിളി സജി എന്നാണ്. പടം സൂപ്പറാണ്. പിന്നെ എന്താ പറയുക, കൂടുതൽ പബ്ലിസിറ്റി ഒന്നും ഇല്ലാത്തതിൻ്റെ പേരിലും വലിയ എന്താ പറയുക സ്റ്റാർ വാല്യൂ ഒന്നും ഇല്ലാത്തതിൻ്റെ പേരിലും ആരും കൂടുതൽ കണ്ടിട്ടില്ല. പക്ഷേ എല്ലാവരിലേക്കും ഈ സിനിമ എത്തിക്കണം. കാരണം അത്ര നല്ല സിനിമയാണ്. ഇപ്പോൾ എൻ്റെ ആദ്യമായിട്ട് കാണാൻ വന്ന പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഇതെന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പടം ആളുകളിലെത്തിക്കാന്ന് പറയുന്നത്. ഈ ചേട്ടൻ പുറത്തു വന്ന ഒരാളാണ് ചോദിച്ചത്. സൂപ്പർ പടമാണ്, എല്ലാവരും കണ്ട പടമാണ്. ഇത് പരസ്യമില്ലാത്തവരുകൊണ്ട് മാത്രം ഇത് ശ്രദ്ധിക്കാതെ പോയൊരു പടമാണ്. ഇത് എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ഈ പടം വിജയിപ്പിക്കണം എന്നുള്ളതാണ്. ഫാമിലിക്ക് ഒന്ന് കാണാൻ പറ്റിയ പടമാണ്, നല്ല പടമാണ്. ഈ പടമായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ മോൻ്റെ ഫസ്റ്റ് മൂവിയാണ് നായകനായിട്ടുള്ള ബിഹാൻ വിഷ്ണു. അത് തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റിയതിൽ അതീവ സന്തോഷം, വളരെ സന്തോഷം. എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം, വൻ വിജയമാകണം. നല്ല സൂപ്പർ പടമാണ്. ഇതിനകത്ത് എൻ്റെ വൈഫ് അഭിനയിച്ചിട്ടുണ്ട്. നല്ല സൂപ്പർ പടമാണ്, നല്ല ക്രൈം ത്രില്ലറാണ്. പടം അടിപൊളിയാണ്. നമസ്കാരം, എൻ്റെ പേര് സംക്രന്ദൻ. ഞാൻ 5-ാം വേദം എന്ന സിനിമയിൽ അജിബൂട്ടൻ എന്നൊരു ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ആളാണ്. വളരെ നല്ല സിനിമ, നിങ്ങളെല്ലാവരും വന്ന് കാണണം, ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് രാജീവ് ഗോപി എന്നാണ്. ഞാൻ ഇതിൻ്റെ അകത്ത് ഈ നായകൻ്റെ അളിയനായിട്ട് നാസർ എന്ന് പറയുന്ന കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും കണ്ടവരെല്ലാം നല്ല അഭിപ്രായമാണ് പറഞ്ഞത്, പടത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കണ്ട എല്ലാവരും അഭിപ്രായം നല്ല അഭിപ്രായം തന്നെയാണ് എല്ലാവരും പറയുന്നത്, കണ്ടിറങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും തിയേറ്ററിൽ വന്ന് മാക്സിമം കാണുക സിനിമ. കാരണം ഇപ്പോൾ അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക, മലയാള സിനിമയ്ക്ക് നല്ലൊരു ടൈമാണ്. സോ എല്ലാ സിനിമകളും കാണുക എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഒരു വെറൈറ്റി കോണ്ടന്റ് തരാൻ പറ്റിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കണ്ടവരെല്ലാം നല്ല അഭിപ്രായം തന്നെയാണ് പറയുന്നത്. സോ അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. സോ ബേസിക്കലി ഈ തിയേറ്ററിൽ ആൾ കയറിയാൽ തന്നെ നിൽക്കത്തുള്ളൂ, ഓടത്തുള്ളൂ. സോ അതുകൊണ്ട് ഒന്ന് എല്ലാവരും കാണുക, എല്ലാവർക്കും ഒരു നല്ലൊരു വാച്ചിങ് എക്സ്പീരിയൻസ് എന്തായാലും കിട്ടും. അതെ, നല്ല പടമായിരുന്നു. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണും. നന്നായിരുന്നു. എല്ലാവരും നന്നായിട്ട് ചെയ്തു. താങ്ക് യു. എന്താണ് അറിയുന്നത്? പ്രത്യേകിച്ചൊന്നും പറയാൻ അതങ്ങനെ സംഭവിച്ചു എന്ന് പറയാൻ പറ്റും. എല്ലാവരും പൊതുവെ കൊള്ളാം. ഡയറക്ടർ ആദ്യത്തെ പടമെന്ന് പറയില്ല, അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാലത്ത് സ്വപ്നം സാക്ഷാത്കരിച്ചു. നല്ലൊരു സിനിമ, തെറ്റില്ല, എല്ലാവരും കാണാം, ആരും കുറ്റം പറയില്ല. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ക്യൂരിയോസിറ്റിക്കലായിട്ടുള്ള ഒരു മൂവിയാണ്. ഓരോ സീനും വളരെ ക്യൂരിയോസിറ്റിക്കാണ്. നമുക്ക് വളരെ ത്രില്ലിംഗ് ആയിട്ട് നമുക്ക് എടുക്കാവുന്ന നല്ല സബ്ജക്റ്റീവായിട്ടുള്ളൊരു മൂവിയാണ്. വളരെ സബ്ജക്റ്റ് പുതുമയാത്തുന്ന ഒരു സബ്ജക്റ്റാണ്. വളരെ ക്യൂരിയോസിറ്റിക്കൽ മൂവിയാണ്. ഓക്കെ. സിനിമ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം, വിജയിപ്പിക്കണം. ഇത് ഒരാൾക്കും വന്നൊരാൾക്കും ഇത് ബോറടിക്കുകയോ അങ്ങനെയുള്ള ഒരു വിഷയമില്ല. അപ്പോൾ ത്രില്ലിംഗ് മൂവിയാണ്. എല്ലാവരും ദയവ് ചെയ്ത്, പുതിയ ആളുകളാണ് അഭിനയിച്ചിരിക്കുന്നത്, എല്ലാം പുതിയ ക്രൂ മെമ്പേഴ്സാണ്. പക്ഷേ എല്ലാവരും തിയേറ്ററിൽ വന്ന് ഇത് വിജയിപ്പിക്കണമെന്ന് താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. അത് അങ്ങനെ നമ്മൾ വിവാദം ഉണ്ടാക്കാറുണ്ട്. നമ്മളൊരു നല്ലൊരു സിനിമ ചെയ്തു, ആ സംതൃപ്തിയുണ്ട്. ആ സിനിമ എല്ലാവരും വന്ന് കാണണം, കണ്ട് ഈ സിനിമ ഒരു വൻ വിജയമാക്കി തരണമെന്ന് ആത്മാർത്ഥമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അത് മുസ്ലിം സ്ത്രീകൾക്ക് മുസ്ലിം സമുദായം, അതായത് മുസ്ലിം സമുദായം തന്നെ കൽപ്പിച്ചു കൊടുത്തൊരു സംഭവമാണ് ഫസൽ. പക്ഷെ അത് എന്തോ ആളുകൾക്ക് അറിയുന്നില്ല, അതുകൊണ്ടിട്ടാണ്. പക്ഷെ നമ്മളിതിൽ പറഞ്ഞു പോകുന്നുണ്ട്, സിനിമയ്ക്ക് ആവശ്യമായതുകൊണ്ട് മാത്രം പറയുകയാണ് ആ ഒരു സബ്ജക്റ്റ്. സിനിമ കണ്ടാലറിയാം. കാരണം നമ്മൾ ആവശ്യമില്ലാത്ത ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്, സിനിമയിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചേക്കുന്നത്. തീർച്ചയായിട്ടും അല്ല, മുസ്ലിം സമുദായത്തിന് എതിർപ്പുള്ള ഒരു സിനിമയല്ല. സിനിമ എന്താണ്, കാരണം നമ്മുടെ ഇവിടുത്തെ പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്ക് മതവും രാഷ്ട്രീയവും പറയാതെ ഒരു സംഭവം പറഞ്ഞു പോകാൻ പറ്റില്ല. ഇതൊരു ആനുകാലികമായ വിഷയം നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നു.
അങ്ങനെയല്ല, കാരണം മുസ്ലിം സ്ത്രീകൾ കൂടുതലും വീട്ടിൽ ഇന്നും അടിച്ചമർത്തപ്പെട്ട നിലയിലാണ്. അപ്പോൾ അവർ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ആ മാറ്റം ഉൾക്കൊള്ളട്ടെ, കാരണം അവരും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് നമ്മൾ ഈ സിനിമ ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക, ഈ സിനിമ വിജയിക്കുക. ചെറിയൊരു സിനിമയാണ്, അപ്പോൾ എല്ലാവരും വന്ന് കാണണം. അങ്ങനെയല്ല, അത് അങ്ങനെ ഉദ്ദേശിച്ചല്ല. പർദ്ദ ഊരി, അതായത് അത് ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു സംഭവമാണ്. അല്ലാണ്ട് നമ്മൾ അതിനൊരു വിവാദം ഉണ്ടാക്കാനോ മറ്റുള്ള ഒരു കാര്യത്തിനും ചെയ്തതല്ല. അതാ സിനിമ കാണുമ്പോൾ അറിയാം. ഓക്കെ. തിയേറ്ററിൽ കണ്ടപ്പോൾ ഒരുപാടധികം സന്തോഷമുണ്ട്. ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു. ആഗ്രഹം നിറവേറുന്ന ഒരു നിമിഷം വളരെയധികം സന്തോഷം നിറഞ്ഞാണ്. അപ്പോൾ നിറവേറി. പിന്നെ നല്ലൊരു മെസ്സേജ് തരുന്നൊരു സിനിമയാണ്. അപ്പം ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പുതുമുഖങ്ങൾക്ക് എന്നാലും പുതുമുഖങ്ങൾക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് എല്ലാവരും കൊടുക്കണം. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കുന്ന അതേ സപ്പോർട്ടുകൾ തന്നെ ഈ സിനിമയ്ക്ക് കിട്ടണം. നല്ല എല്ലാവരും ചെന്ന് കാണണം, കണ്ടിട്ട് നല്ലൊരു അല്ല, ഇത് ആക്ച്വലി ഒരു എൻ്റർടൈനർ ആണ്. നിങ്ങൾക്കൊരു 2.5 മണിക്കൂർ നിങ്ങൾ വന്നിരിക്കുന്ന സമയം എന്തായാലും വേസ്റ്റ് ആവില്ല. അതുപോലെ തന്നെ നമുക്ക് ഒരു ഫ്ലോ ഉണ്ട്, കറക്റ്റായിട്ട് പോകുന്നുണ്ട്. നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു ലാഗ് അങ്ങനെ ഫീൽ ചെയ്യുന്ന ഒരു വർക്കല്ല. അപ്പം ഞങ്ങൾ തന്നെ ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഈ ഷോ കാണുന്നത്. അപ്പം ഞങ്ങൾക്ക് നോക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ അഭിനയിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻ്റ് അല്ല, ഞങ്ങൾ അഭിനയിക്കുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്ന രീതിയിലല്ല നമ്മളിത് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇന്നാണ് പുള്ളിയുടെ സിനിമ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളാണ് അഭിനയിക്കുന്ന ഒരു ഫീൽ നമുക്കേ കിട്ടുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വർക്കൗട്ട് ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് വർക്കൗട്ട് ആവുന്നുണ്ട്. സോ ബേസിക്കലി ഇപ്പോൾ ഈ തിയേറ്ററിൽ ആൾക്കാർ വരുന്ന സമയമാണ്. സോ എല്ലാവരും തിയേറ്ററിൽ വന്നാൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടത്തുള്ളൂ. സിനിമകൾക്ക് കൊടുക്കുന്ന അതേ ഒരു പ്രോത്സാഹനവും സപ്പോർട്ടും നമ്മുടെ സിനിമയ്ക്കും തരണം. എല്ലാവരും വന്ന് കാണണം, നല്ലൊരു സിനിമയാണ്. കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങൾ പറയണം. നല്ല അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ കണ്ടവരെല്ലാവരും നല്ല പോസിറ്റീവ് റിവ്യൂസിനാണ് തന്നേക്കുന്നത്. അപ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് സിനിമകൾ ഇപ്പോൾ തന്നെ ഓടുന്നുണ്ട്, കളിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സിനിമകളിലൂടെയും കമ്പീറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഒരു എന്താ പറയുക, ഒന്ന് ജനങ്ങളെ ഇറങ്ങി ഒന്ന് സപ്പോർട്ട് ചെയ്താൽ തന്നെ കാര്യങ്ങൾ അത് വർക്കൗട്ട് ആവത്തുള്ളൂ. നമ്മൾ ഈ സിനിമയ്ക്കെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടിട്ട് നമ്മൾ പല സിനിമകളും കണ്ടിട്ട്, ഇപ്പം ഞങ്ങളുടെ സിനിമ ആയതുകൊണ്ട് പറയല്ല, ലാഗ് ഫീൽ ചെയ്യുന്നില്ല, ലാഗ് ഇതില്ല. പിന്നെ ഞങ്ങളൊക്കെ പുതുമുഖങ്ങളാണെന്നുള്ളൊരു തോന്നൽ ഇപ്പം നമുക്കും തോന്നുന്നില്ല. നിങ്ങളെല്ലാവരും ആൾക്കാർ വന്ന് കണ്ടു കഴിയുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം ഒരു നല്ലൊരു മെസ്സേജ് ഉണ്ട് ഈ പടത്തിനകത്ത്. അതായത് ഫസഹ എന്ന് പറയുന്നത്, ഇപ്പം ഞങ്ങളൊക്കെ അറിയുന്നത് ഈ പടത്തിൻ്റെ ഷൂട്ടിംഗ് സമയത്താണ് ഇങ്ങനെ ഒരു നിയമം ഉണ്ട് എന്നുള്ളത് അറിയുന്നത് തന്നെ. അപ്പോൾ അത് മുജീബിക്കയുടെ ഒരു ഭയങ്കര എഫേർട്ടാണ്. അപ്പോൾ അത് സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ അറിയാൻ പാടില്ലാത്ത ഒരുപാട് പേർക്ക് ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി തന്നെയായിട്ട് അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. അതിന് വേണ്ടിയിട്ട് ചില മേമ്പൊടികളായിട്ട് നമ്മുടെ കൊറോണ കാലത്തും അതുപോലെ തന്നെ തീവ്രവാദത്തിൻ്റെതും സംഭവങ്ങളൊക്കെ ഉപയോഗിച്ച് രാഷ്ട്രീയമൊക്കെ ഉപയോഗിച്ച് അത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോന്നിരിക്കുന്നു എന്നുള്ളൂ ആ സിനിമ അത് കൊണ്ടുവരാനായിട്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്, മുജീബിക്കാണെങ്കിലും ഇത് എഴുതിയ ബിനീഷേട്ടനാണെങ്കിലും അവർ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്, ഇവർ ഉദ്ദേശിച്ചിരിക്കുന്ന പ്രധാനമായിട്ട് ഫസഹ എന്ന സംവിധാനം അത് എല്ലാവർക്കും മനസ്സിലാക്കണം എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. കാരണം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യനീതി തന്നെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി തന്നെയായിട്ടാണ് അദ്ദേഹം ഈ ഒരു സിനിമ എടുത്തിരിക്കുന്നത്. അത് ഏത് ജാതി മതത്തിലാണെങ്കിലും, അത് ജാതി മതം അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ വെച്ചിട്ടുമല്ല, എല്ലാവർക്കും തുല്യതയാണ്. ആണിനും പെണ്ണിനും വരെ തുല്യതയുണ്ട് എന്ന് കാണിക്കുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഫസഹ എന്ന സംവിധാനം നിയമത്തിലുണ്ട് എന്നുള്ളത് ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി തന്നെ ചെയ്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണും. താങ്ക് യു. ഒരുപാട് എൻജോയ് ചെയ്തു. ഫസ്റ്റ് ടൈം കാണുന്ന തിയേറ്ററിൽ ആ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ കണ്ണ് നിറഞ്ഞ് ഒഴുകുമായിരുന്നു. അപ്പോൾ ഒത്തിരി നാളത്തെ ആഗ്രഹമാണ് ആ സ്ക്രീനിൽ വരിക എന്നുള്ളത്. അത് ഒരുപാട് സന്തോഷത്തോടെ എൻ്റെ ഫാമിലിയുടെ കൂടെ നിന്ന് തന്നെ കണ്ടു. ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ഒരു മൾട്ടി വിഷയങ്ങൾ കൈകാര്യം ചെയ്ത അതെ. ഒന്ന് നല്ലൊരു മെസ്സേജ് തരുന്നൊരു സിനിമയാണ് ഈ 5-ാം വേദം എന്ന് പറയുന്നത്. അപ്പോൾ അത് ബാക്കിയുള്ളവർ വന്ന് കണ്ടിട്ട് വേണം അഭിപ്രായം പറയാനായിട്ട്. ഇപ്പം അതിനകത്ത് എല്ലാവരും പുതുമുഖങ്ങളാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ മറ്റ് ആർട്ടിസ്റ്റുകൾക്കും അത് മറ്റ് സിനിമകൾക്കും കൊടുക്കുന്ന അതേ സപ്പോർട്ട് തന്നെ ഈ സിനിമകൾക്കും തരണം എന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നുണ്ട്. നല്ലൊരു മെസ്സേജ് തരുന്നതുകൊണ്ട് നിങ്ങൾ കാണുക. നല്ല പാട്ടുകളുണ്ട് അതിൽ. അപ്പോൾ കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങൾ പറയുക എല്ലാവരും. അതാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. എനിക്ക് വളരെ കുറച്ചുള്ളൂ, പക്ഷേ സബ്ജക്റ്റ് നല്ല സബ്ജക്റ്റാണ്. ഒരു വേറിട്ട സബ്ജക്റ്റ്, നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിൽ നിന്നും മാറിയിട്ടൊരു വേറിട്ട് നല്ലൊരു സബ്ജക്റ്റാണ്. എല്ലാവരും കാണണം, വിജയിപ്പിക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. സ്ത്രീകൾ പുരുഷന്മാരും മൊഴി ചൊല്ലുന്ന മുസ്ലിം സമൂഹത്തിൽ
കേട്ടിട്ടില്ല അതൊരു ശരിക്കും ഇതിൻ്റെ കണ്ടന്റ് നല്ലൊരു കണ്ടന്റാണ്, നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു കണ്ടന്റാണ്. വളരെ മനോഹരമായി പറഞ്ഞിരിക്കുന്ന സാധനമാണ്. നമ്മുടെ അഞ്ചാം ഭേദം എന്ന സിനിമ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിയേറ്ററിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നേ വരെ ഒരു നെഗറ്റീവ് റിവ്യൂ പോലും വരാത്തൊരു സിനിമയാണ്. പുതുമുഖങ്ങളാണ് ഇതിൻ്റെ അഭിനയിച്ചതെന്നൊന്നും പറയാനില്ല. ഞാൻ ഇതിനകത്ത് മാത്യു എന്ന കഥാപാത്രം ചെയ്ത ആളാണ്. പക്ഷേ തിയേറ്ററിൽ ഒരാൾക്ക് പോലും അതായത് ലാഗ് ഫീൽ ചെയ്തിട്ടില്ല പടത്തിന്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഉയർത്തി പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മതവും രാഷ്ട്രീയവും കലർന്നുള്ള അമിതമായിട്ടുള്ള അഭിനിവേശത്തിൻ്റെ ഒരു കഥയും കൂടിയാണ്. കാരണം ഈ പെസക് എന്ന് പറയുന്നത് കാര്യങ്ങൾ ഇന്ത്യയിലായതുകൊണ്ട് 3 കാര്യങ്ങളാണ് നടപ്പിലാക്കുള്ളതെന്നാണ് എൻ്റെ അറിവ് വന്നത്. ഒന്ന് സാനിയ മിർസ. പക്ഷേ ഇത് ഞാൻ അറിയുന്നത് ഈ സിനിമയിലൂടെയാണ്, പെസക് എന്ന് പറയുന്ന കാര്യങ്ങൾ. പക്ഷേ ഇതിൽ നമ്മുടെ അഞ്ചാം ഭേദം സിനിമയിലൂടെ നമ്മുടെ ഡയറക്ടറായ മുജീബിക്ക അത് ചൂണ്ടിക്കാണിച്ച് തന്നിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ മതഭ്രാന്തായിട്ട് നിൽക്കുന്ന ആളുകളെ ഒരു മുൻമുനയിൽ നിർത്തുന്ന അല്ലെങ്കിൽ അത്ര അനുഭവിച്ച് പോകല്ല എന്ന് പറയുന്നതിൻ്റെ ഒരു മെസ്സേജ് കൂടിയാണ്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയം. എന്തായാലും ഈ പടം പുതുമുഖങ്ങളെന്നതിൻ്റെ പേരിൽ ആരും സിനിമ കാണാതിരിക്കരുത്. എന്തായാലും നിങ്ങളൊരു 150-200 മുടക്കിയാൽ അതിനെല്ലാം ലാഭമുണ്ട്. കാരണം അങ്ങനെ ആരെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ ആ പൈസ ഞാൻ തിരിച്ചു കൊടുക്കുന്നതായിരിക്കും. ഒരിക്കലും ഈ പടം ആർക്കൊരു മോശമെന്ന് പറയത്തില്ല. ഇത് കേരളത്തിലെ എല്ലാ തിയേറ്ററിൽ നിന്നും ആളുകളുടെ റെസ്പോൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും വളരെ കഷ്ടപ്പെട്ട് കുറേ ആളുകളുടെ അഹോരാത്രമായിട്ടുള്ള കഷ്ടപ്പാടിൻ്റെ പ്രതിഫലം തീർച്ചയായിട്ടും ഈ തിയേറ്ററിലൂടെ കാണാൻ പറ്റി. എന്തായാലും എല്ലാവരും തീർച്ചയായിട്ടും ഈ സിനിമ കാണണം. ഈ എളിയ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കണം. താങ്ക് യു.